കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോഹൻലാലിനെ കുറിച്ച് ഭാര്യ സുചിത്ര പറയുന്ന വാക്കുകളായിരുന്നു. അതും പ്രേക്ഷകരൊന്നും അറിയാത്ത കാര്യങ്ങളാണ് കൂടുതലായും അവർ അറിഞ്ഞത്. മോഹൻലാലുമായി ഉണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും തുറന്നു സംസാരിച്ച് സുചിത്ര എത്തിയത് കൗതുകമായി. ആദ്യമായി മോഹൻലാലിനെ കണ്ടത് മുതൽ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചതടക്കമുള്ള കാര്യങ്ങളാണ് സുചിത്ര വെളിപ്പെടുത്തിയത്. രേഖാമേനോന് നൽകിയ അഭിമുഖത്തിലാണ് സുചിത്ര ഇക്കാര്യങ്ങൾ സംസാരിച്ചതും. തിരുവനന്തപുരത്ത് വെച്ചാണ് ആദ്യമായി മോഹൻലാലിനെ കാണുന്നത്. ഒരു കല്യാണത്തിന് പോയതായിരുന്നു. അതിനു മുമ്പ് ലാലേട്ടന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ ലാലേട്ടന് ഒരു കോഡ് വേർഡ് ഉണ്ടായിരുന്നു. അന്ന് SKP എന്നായിരുന്നു ലാലേട്ടനെ വീട്ടിൽ വിശേഷിപ്പിച്ചിരുന്നത്. ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് സുന്ദരക്കുട്ടപ്പൻ എന്നാണ്. ഇക്കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാമോ എന്ന കാര്യം സംശയമാണ്. അക്കാലത്ത് ഒരു ദിവസം 5 കാർഡ് വീതമെങ്കിലും മോഹൻലാലിന് ഞാൻ അയക്കുമായിരുന്നു. ഐ ലവ് യു എന്ന് മാത്രമല്ല, ഇഷ്ടമുണ്ടെന്ന് തുടങ്ങി പല കാര്യങ്ങളും അതിലുണ്ടാകും. പക്ഷെ പേരോ ഒപ്പോ ഒന്നും അതിന് കൊടുത്തിരുന്നില്ല. എങ്കിലും അവസാനം അദ്ദേഹം അത് കണ്ടുപിടിച്ചു. ഞങ്ങളുടെ കല്യാണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഞാൻ പറഞ്ഞതിന് ശേഷമാണ്. എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന സമയമായിരുന്നു. അന്നേരം അമ്മയോടും ആന്റിയോടുമാണ് എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ടെന്ന് വിവാഹം കഴിക്കണമെന്നും പറഞ്ഞത്. അതാരാണെന്ന് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡിയോട് പറഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ആലോചനയുമായി പോകുന്നത്. നടി സുകുമാരിയുമായി ഡാഡിക്ക് പരിചയമുണ്ടായിരുന്നു. ലാലേട്ടനും സുകുമാരി ആന്റിയും നല്ല അടുപ്പമുള്ളവരാണ്. ആ വഴിക്കാണ് വിവാഹം അന്വേഷിക്കുന്നതും കല്യാണത്തിലേക്ക് എത്തിയതും. സുചിത്ര മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ: ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ വില്ലനായിട്ടാണ് മോഹൻലാൽ മലയാള സിനിമയിലേക്ക് വരവറിയിച്ചത്. പിന്നീട് മലയാള സിനിമയിലെ മുൻനിരയിലേക്ക് നടന്നു കയറിയ മോഹൻലാൽ ഇക്കാലയളവിൽ പകർന്നാടാത്ത വേഷങ്ങളില്ല. ഗംഭീര കഥാപാത്രവും ഗംഭീര അഭിനയ ശൈലിയുമുള്ള മോഹൻലാലിനെ അനുകരിക്കാൻ മറ്റ് താരങ്ങൾക്ക് പോലും ആകില്ല. ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആക്ടറായി മാറിയ മോഹൻലാലിന്റെ കരിയറിൽ പല ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും ഉണ്ട് പ്രേക്ഷകർക്കും. ബോക്സ് ഓഫീസിലെ വിജയപരാജയങ്ങൾ ഒരുപോലെ അറിഞ്ഞിട്ടുള്ള നടനാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു സുചിത്ര മോഹൻലാൽ. ചില സിനിമകൾ തനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ തുറന്ന് പറയാറുണ്ടെന്നും അത്തരത്തിൽ തനിക്ക് ദഹിക്കാത്ത ഒരുപാട് സിനിമകളുണ്ടെന്നും സുചിത്ര പറയുന്നുണ്ട്. എന്നാൽ ആരും ആ സിനിമ മോശമാണെന്ന് കരുതി എടുക്കാറില്ലെന്നും അതൊരു ടീം വർക്കാണെന്നും സുചിത്ര പറഞ്ഞു. ഒരു സിനിമ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് തന്നെ പറയും. അങ്ങനെ എനിക്ക് ദഹിക്കാത്ത ചില സിനിമകളുണ്ട്. എന്റെ അഭിപ്രായം കേൾക്കുക എന്നല്ലാതെ അദ്ദേഹത്തിന് വേറെ ചോയ്സ് ഇല്ലല്ലോ. പിന്നെ ഇതൊരാളുടെ മാത്രം കാര്യമല്ലല്ലോ. സിനിമ ഒരു ടീം വർക്കല്ലേ, അവർ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ. ആരും ഒരു സിനിമ മോശമാവണമെന്ന് കരുതില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുചിത്ര മോഹൻലാൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെ. അതേസമയം മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായ എമ്പുരാനിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂസിഫറിന്റെ 2ാം ഭാഗമായ ചിത്രം പൃഥ്വിരാജ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. പ്രഖ്യാപനം മുതൽ ഹൈപ്പിൽ കയറിയ മോഹൻലാൽ തരുൺമൂർത്തി ചിത്രത്തിന്റെ ടൈറ്റിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന് പുറമെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്നീ സിനിമകൾ നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുകയാണ്. മോഹൻലാലിന്റെ ഒരുപിടി നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇങ്ങനെ ചില ചിത്രങ്ങൾ വരുന്നു. കൂടാതെ ഇനി വരാൻ പോകുന്ന മോഹൻലാലിന്റെ സിനിമാ ലൈനപ്പുകളും ഗംഭീരമാണ്.